Good morning, students. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ബാങ്കിന്റെ മണി മാത്തിലെ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഫസ്റ്റ് ഒരു 5-6 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി അതിനുശേഷം ഒരു 4-5 ക്വസ്റ്റ്യൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ. ആ ഒരു 4-5 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്. Manu bought Khadi clothes on Gandhi Jayanti when 25% rebate was given. He paid 4,500 rupees. What is the regular price of cloth he bought? അല്ലേ? അപ്പോ ശ്രദ്ധിക്കാം. അപ്പൊ തന്നിട്ടുണ്ട് നമുക്ക് എന്ത് മനു എന്ത് ചെയ്തിട്ടുണ്ട് ഖാദി വസ്ത്രങ്ങൾ അല്ലെ ഖാദി ക്ലോത്ത്സ് വാങ്ങിച്ചിട്ടുണ്ട് ഗാന്ധി ജയന്തി വെൻ 25% റിബേറ്റ് വാസ് ഗിവൺ 25% റിബേറ്റ് ഡിസ്കൗണ്ട് കേട്ടോ. ഡിസ്കൗണ്ടിന് വേറെ പേരാണ് റിബേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 25% റിബേറ്റ് കൊടുത്ത സമയത്ത് മനു എന്ത് ചെയ്തു കുറച്ച് ഖാദി വസ്ത്രങ്ങൾ വാങ്ങിച്ചു. ഹി പെയ്ഡ് 4,500 റുപ്പീസ് അവൻ പേ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ റെഗുലർ പ്രൈസ് ഓഫ് ക്ലോത്ത്സ് ഹി ബോട്ട്? അതിന്റെ റെഗുലർ പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ ആക്ച്വൽ പ്രൈസ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടെത്തും? അപ്പൊ നമുക്കറിയാം ഈ 4,500 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ കൊടുത്ത വിലയാണ്. ഡിസ്കൗണ്ട് കഴിച്ചിട്ട് കൊടുത്ത വിലയാണ് ഈ 4,500 റുപ്പീസ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്രയാ? 25% ആണ് എന്ത് ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് അല്ലെ. 25% അല്ലെ ഡിസ്കൗണ്ട് പെർസെന്റേജ് 25% ആണ്. ബാക്കി ഈ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആര് കൊടുത്തിരിക്കുന്നത്? മനു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ കൊടുത്തിരുന്ന എമൗണ്ട് എത്രയാണ്? 4,500 റുപ്പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 4,500 റുപ്പീസ് എന്ന് പറയുന്നത് 100% ആയ ആ സാധനത്തിന്റെ ഒറിജിനൽ റേറ്റിൽ നിന്നും 25% മൈനസ് ചെയ്ത ബാക്കി 75% ആണെന്ത് ഈ 4,500 റുപ്പീസ് അത്ര കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ 75% ആൾ കൊടുത്തിട്ടുള്ളൂ. എന്ത് 25% റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 75% കൊടുത്താൽ മതി എന്നാണ് അർത്ഥം. അപ്പൊ ഈ 75% ആണ് എന്ത് ഈ 4,500 റുപ്പീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 1% എത്രയാണ് കണ്ടെത്താം അല്ലെ. 1% എത്രയാണ് നമുക്ക് കണ്ടെത്താം. അങ്ങനെ എങ്ങനെ കണ്ടെത്തും? 1% 4,500 ഡിവൈഡഡ് ബൈ 75 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ 1% എത്ര കണ്ടെത്താൻ പറ്റും നോക്കാം. എത്ര കിട്ടും? 15 കൊണ്ട് വെട്ടിക്കൂടെ? അല്ലെങ്കിൽ 5 കൊണ്ടും വെട്ടാം അല്ലെ. നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു, മുമ്പ് പഠിപ്പിച്ചതാണ്. 75 എത്ര 5 പോവും? 5 അല്ലെ. ഇവിടെ മുകളിലാണെങ്കിൽ 30 3 then 300/5 വരും അല്ലെ. 300/5 അതിനെ വെട്ടുമ്പോൾ നമുക്ക് എന്ത് വരും? 60 എന്നുള്ള ഒരു എമൗണ്ട് കിട്ടും. അപ്പൊ അതിന്റെ 1% എന്ന് പറയുന്നത് 60 ആണെങ്കിൽ ആ സാധനത്തിന്റെ ഒറിജിനൽ റേറ്റ് എത്രയായിരിക്കും? 60 × 100 = 6,000 റുപ്പീസ് ആണ് എന്ത് അതിന്റെ റേറ്റ് ആയിട്ട് വരുന്നത് ആണല്ലോ. അതങ്ങനെ ചെയ്തു അല്ലെ. ഇത് നമുക്ക് വേറെ രൂപത്തിൽ ചെയ്യാൻ പറ്റും. ആ രൂപത്തിന്റെ പേര് എന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ തന്നിട്ടുണ്ട് x × 75/100 ആണ് എന്ത് ഈ 4,500 എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? x × 75/100. x എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റെഗുലർ പ്രൈസ് നമുക്ക് കിട്ടിയിട്ടില്ല, അതാണ് x എന്ന് കൊടുത്തിട്ടോ. x × 75/100 ആണ് എന്ത് 4,500. 75 എന്താണ്? നമ്മൾ കൊടുത്ത എമൗണ്ടിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള നമ്മുടെ പെർസെന്റേജ് ആണ് 75%. ആണ് 75/100 എടുത്ത് 4,500 എടുക്കും. ആ 4,500 ഇനി നമ്മൾ എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോകണം അല്ല. എക്സിനെ 75/100 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ x = 4,500 × 100/75. റെസിപ്രോക്കൽ കാണാം ആദ്യം കേട്ടോ. ഈ സംഭവം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് ഞാൻ എന്ത് ചെയ്യാം ഒരു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഈ ഭാഗം മാത്രം. അപ്പൊ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ആ മോഡലിൽ ചെയ്താൽ മതി. ഈ ഭാഗം നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അപ്പോഴേക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6,000 റുപ്പീസ് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6,000 റുപ്പീസ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. അതിന്റെ റെഗുലർ പ്രൈസ് നമുക്ക് കിട്ടി. ഇനി കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട് എമൗണ്ട്. എത്രയാണ് ഡിസ്കൗണ്ട് എമൗണ്ട്? എത്രയാണ്? 6,000 റുപ്പീസിൽ നിന്നും അവൻ കൊടുത്ത എത്രയാണ്? 4,500 റുപ്പീസിൽ കൊടുത്തത്. അപ്പൊ ആ 6,000 റുപ്പീസിൽ നിന്നും 4,500 റുപ്പീസ് കുറച്ചാൽ എന്ത് കിട്ടും? 1,500 റുപ്പീസ് കിട്ടും. അതാണ് അതിന്റെ ഡിസ്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ റിബേറ്റ് ഈസ് റെഡ്യൂസ്ഡ് വാസ് ആസ് 10%, വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് എമൗണ്ട്? ഇതേപോലെ കാണാം. ആ 25% ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? 10% കൊടുത്താൽ എന്ത് കിട്ടും? ഈ സാധനത്തിന്റെ ഒറിജിനൽ 10% കൊടുത്ത ഡിസ്കൗണ്ട് എമൗണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി വിചാരിക്കുന്നു. അത് സോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. എ ഗ്യാസ് സ്റ്റൗ ബോട്ട് ഫോർ Rs 7,200. വാട്ട് ഷുഡ് ബി ദ പ്രൈസ് മാർക്കറ്റ് ഓൺ ഇറ്റ് ഇഫ് 10% പ്രോഫിറ്റ് ഈസ് ടു ബി ഗോട്ട് ആഫ്റ്റർ 5% ഡിസ്കൗണ്ട്? ഒരാൾ 7,200 രൂപയുടെ ഒരു സാധനം ഒരാൾ കയ്യിലുണ്ട്, അയാൾക്കത് വിൽക്കണം. അതിനെന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്തു? അയാൾ 5% ഡിസ്കൗണ്ട് ആ സാധനത്തിൽ കൊടുത്തു.
ആദ്യം 7200 രൂപ സാധനത്തിന് 5% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം ഇയാൾ എന്ത് ചെയ്തു 10% പ്രോഫിറ്റ് അയാൾക്ക് കിട്ടണം. അപ്പോൾ അതങ്ങനെ കാണുന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം സാധനത്തിന് വില ഒന്നുമില്ല 7200 റുപ്പീസ് എന്നുണ്ട്. അപ്പൊ അതിന്റെ 5% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക 7200 ഡിവൈഡ് ബൈ 5/100 ആദ്യം കാണണം. അപ്പൊ എത്ര നോക്കിട്ട് നോക്കാം. 72 × 5 7 × 5 ആകുമ്പോൾ 5 × 10 210 1 35 36 360 രൂപ കുറച്ച് വേണം ആദ്യം. 7200 മൈനസ് 360 റുപ്പീസ് എന്ത് ചെയ്യണം ആദ്യം കുറക്കണം ആദ്യം അല്ലെ. അപ്പൊ എത്ര ഉണ്ടാവും 7200 മൈനസ് 360 എന്ന് പറയുമ്പോ 0 19 4 1 3 11 3 8 6 അല്ലെ 10 11 6840 റുപ്പീസ് ഉണ്ടാവും. എന്ത് 5% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോ 1200 രൂപയുടെ സാധനം വാങ്ങിച്ചു, അതിനാള് 5% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ എത്ര എമൗണ്ട് ആയിട്ട് മാറും? 6840 റുപ്പീസ് ആയിട്ട് മാറും. 6840 രൂപയായിട്ട് ആ എമൗണ്ട് മാറും. ദെൻ വീണ്ടും അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 6840 റുപ്പീസിന്റെ 10% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? ഇതിന്റെ പ്രോഫിറ്റ് 10% പിന്നെ പ്രോഫിറ്റും കൂടെ കാണണം അല്ലെ. അപ്പൊ അത് വെട്ടുമ്പോ നമുക്ക് എന്ത് കിട്ടും? 684 റുപ്പീസ് അല്ലെ. 684 റുപ്പീസ് അയക്ക് എന്ത് വേണം? ഇത് പ്രോഫിറ്റ് കിട്ടണം, എന്നാലേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോ 6840 റുപ്പീസ് പ്ലസ് 684 ദെൻ 98 6 15 1 7524 റുപ്പീസ് 7524 റുപ്പീസ് എന്ത് ചെയ്യണം? അയാൾ ആ സാധനത്തിൽ മാർക്ക് ചെയ്യണം. എന്നാലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 7200 രൂപക്ക് വാങ്ങിയൊരു സാധനം അതിന് ആദ്യം 5% ഡിസ്കൗണ്ട് കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനകത്ത് കുറയ്ക്കുക ചെയ്ത്. ഡിസ്കൗണ്ട് കുറക്കല്ല ചെയ്യുക, ഡിസ്കൗണ്ട് കുറച്ചു. അപ്പൊ എത്ര രൂപയായിട്ട് മാറി? 6840 റുപ്പീസ് ആയിട്ട് മാറി. എന്നിട്ട് ആദ്യമേ അയാൾ എന്ത് ചെയ്തു? 10% പ്രോഫിറ്റ് വേണം അയാൾക്ക്. അതെന്ത് 5% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം 10% പ്രോഫിറ്റ് കൊടുക്കണം, പ്രോഫിറ്റ് കിട്ടണം. അപ്പൊ പിന്നെ 6840 റുപ്പീസിന്റെ 10% പ്രോഫിറ്റ് കാണാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പ്രോഫിറ്റ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 684 കിട്ടും. ആ 684 നമ്മൾ എന്ത് ചെയ്യണം? ഇതൂടെ ആഡ് ചെയ്യുമ്പോൾ 7524 റുപ്പീസ് ആണ് എന്ത് വരിക? അതിന്റെ ടോട്ടൽ എമൗണ്ട് ആയിട്ട്, അതായത് ആ സാധനത്ത് മാർക്ക് ചെയ്യേണ്ട റേറ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രേഡർ ബൈസ് an electric fan for Rs 5,000 rupees. He raises the price by 20% and then offers a 10% discount. At what price does he sells it? ഇത് നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ വേറെ മോഡലാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ആളെന്ത് ചെയ്തു? ഒരു ട്രേഡർ ഒരു ഇലക്ട്രിക് ഫാൻ വാങ്ങിച്ചു ഫോർ Rs 5,000 റുപ്പീസ്. അയാൾ എന്ത് ചെയ്തു? അതിന് 20% ഹി റൈസസ് ദ പ്രൈസ്. അയാൾ അതിന്റെ വില കൂട്ടി, 20% കൂട്ടി. അപ്പൊ എന്തിനാ? ആദ്യം അത് കാണണം അല്ലെ. 20% കൂട്ടാന്ന് പറയുമ്പോ 20% 1000 റുപ്പീസിന് കൂട്ടാം. അപ്പൊ എന്ത് ചെയ്തു? ആ സാധനം എന്തായിട്ട് മാറി? 6000 റുപ്പീസ് ആയിട്ട് മാറി. 20% റൈസ് ചെയ്തല്ലോ. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ ബാക്കി വായിച്ചു നോക്കാം. ആൻഡ് ദെൻ ഓഫേഴ്സ് 10% ഡിസ്കൗണ്ട്. പിന്നെ എന്ത് ചെയ്തു? അത് 10% ഡിസ്കൗണ്ട് ഓഫർ ചെയ്തു. അപ്പൊ എത്ര ഉണ്ടാവും? 6000 × 10/100 ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 600 റുപ്പീസ് കിട്ടും. ദെൻ is to be got after discount. At what price does he sells it? അങ്ങനെയാണ് എത്ര രൂപയ്ക്ക് സാധനം വിൽക്കുന്ന ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? 6000 പ്ലസ് 6000 മൈനസ് 600 is equal to 5400 റുപ്പീസ്. ആദ്യം എന്ത് ചെയ്തു? 5000 രൂപയുടെ സാധനത്തിന് വില ഉള്ളത്, അതിന് 20% പ്രോഫിറ്റ് കൂട്ടിയിട്ടു. അപ്പൊ എത്രയായി? 6000 റുപ്പീസ് ആയി. അപ്പൊ 1000 റുപ്പീസ് എന്ത് വരിക? അയാളുടെ പ്രോഫിറ്റിന്റെ എമൗണ്ട് വരിക. അപ്പൊ അയാൾ എന്ത് ചെയ്തു? 1000 റുപ്പീസ് കൂട്ടിയിട്ടിട്ട് പിന്നെ എന്ത് ചെയ്തു? 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ 6000 റുപ്പീസിൽ 10% വരുമ്പോൾ എത്രയാ? 600 റുപ്പീസ് ആണ് വരിക. അപ്പൊ ആ ഡിസ്കൗണ്ട് എമൗണ്ട് കുറക്കണ്ട ആദ്യം. അപ്പൊ കുറക്കുമ്പോൾ 6000 മൈനസ് 600 is equal to 5400 റുപ്പീസ് ആണ് ആ സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നമ്മൾ കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സുമ ഡെപ്പോസിറ്റഡ് 50,000 rupees in a bank which gives 15% interest. How much would he get back after 3 years? നിങ്ങൾക്ക് സിമ്പിൾ ആണ്, മുന്നേ പറഞ്ഞ അതേ എന്താണ് 500/100 കേട്ടോ. അപ്പോ സുമ ഡെപ്പോസിറ്റ് എത്രയാ? 50,000 റുപ്പീസ് ആണ് ഇതല്ലേ ഇൻവെസ്റ്റ് ചെയ്ത്. ദെൻ which gives 50% interest. Then 15 divided by 100 into എത്ര വർഷം? എത്രയാ? ആഫ്റ്റർ 3 years അല്ലേ? അപ്പൊ ഇൻറ്റു 3. അപ്പൊ എന്ത് ചെയ്യാ? 50,000 റുപ്പീസ് പ്രിൻസിപ്പൽ എമൗണ്ട് വന്നിട്ടുണ്ട്. എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 15%. എത്ര നമ്പർ ഓഫ് ഇയർ എത്രയാ? 3. അപ്പൊ നേരെ എഴുതാ 15,000 into 15/100 into 3. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും?
അതിന്റെ ആൻസർ കിട്ടും. ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന്. 500 into 15 7,500 rupees ആണ് എന്ത് ഒരു വർഷത്തേക്ക് അതിന് ഇൻട്രസ്റ്റ്. 7,500 into 3 ചെയ്താൽ എന്ത് കിട്ടും? ആ 3 വർഷത്തേക്ക് എത്ര രൂപയാണോ അയാൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് ആ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോ ചെയ്ത് നോക്കാം ജസ്റ്റ് അല്ലേ. 7,500 into 3 വരുമ്പോൾ 22,500 rupees ആണ് ഇൻട്രസ്റ്റ് മൊത്തം എമൗണ്ട് ആയിട്ട് വരാം. അപ്പൊ എന്നിട്ട് അത് ജസ്റ്റ് 22,500 പ്ലസ് അടുത്ത 50,000 rupees അല്ലെ. 50,000 rupees കൂട്ടുമ്പോൾ 72,500 rupees ആണ് മൊത്തമായിട്ട് വരുന്നത്. 72,500 rupees ആണ് മൊത്തമായിട്ട് അയാൾക്ക് കൈ കിട്ടുന്ന പൈസ, നമുക്ക് കൈ കിട്ടുന്ന പൈസ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മനു ഡെപ്പോസിറ്റഡ് 25,000 rupees ഇൻ എ ബാങ്ക് വിച്ച് ഗീവ്സ് 10% ഇൻട്രസ്റ്റ്. മനു എന്ത് ചെയ്തു? 25,000 rupees ഇൻവെസ്റ്റ് ചെയ്തു. എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ബാങ്കിൽ? 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 1.5 year? അപ്പൊ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആണ്. 25,000 rupees ഇൻറ്റു 10/100. ആദ്യം എന്ത് ചെയ്യാം? ഒരു വർഷത്തേക്ക് കാണാം. അപ്പൊ എന്തുണ്ടാവും? 2,500 ഉണ്ടാവും അല്ലെ. 2,500 ആണ് ഒരു വർഷത്തേക്ക്. അപ്പൊ ഒരു വർഷത്തേക്ക് 2,500 അതിന്റെ ഹാഫ് ഇയറിൽ കൂടി കാണണം. 1.5 year അല്ലെ. അപ്പൊ 2,500/2 ചെയ്താൽ കിട്ടും. അതിന്റെ അര വർഷത്തേക്കുള്ളത് കിട്ടും അല്ലെ. അപ്പൊ എത്ര ഉണ്ടാവും? 1,250 ഉണ്ടാവും. ദെൻ 2,500 പ്ലസ് 1,250 ഈസ് ഈക്വൽ ടു 3,750 rupees ഉണ്ടാവും. 3,750 ഉണ്ടാവും അല്ലെ. 3,750 റുപ്യാണ് മൊത്തം ഇൻട്രസ്റ്റ് വരിക. അതിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ദെൻ അത് കൂട്ടിക്കഴിഞ്ഞാൽ 25,000 പ്ലസ് 3,750 കൂട്ടിക്കഴിഞ്ഞാൽ 28,750 rupees ആണ് എന്ത് വരിക? മൊത്തം അയാൾക്ക് തിരിച്ച് അടക്കേണ്ടി വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രാജു took out a loan of 18,000 rupees from a bank which charges 10% interest. He decided to pay back the total amount including interest for 3 years in 18 installments. How much should he pay in every one installment? സിമ്പിൾ ആണ്. രാജു എന്ത് ചെയ്തു? 1,80,000 rupees ബാങ്കിൽ ലോൺ എടുത്തു. ഫ്രം എ ബാങ്ക് വിച്ച് ചാർജസ് 10% ഇൻട്രസ്റ്റ് റേറ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കിയിരിക്കുന്നത്. ഹി ഡിസൈഡ് ടു പേ ബാക്ക് ദ ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഫോർ 3 years. അപ്പോൾ ഈ 3 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കൂടി കൂട്ടിയിട്ട് 3 വർഷത്തേക്കാണ് ലോൺ എടുത്തത്. അപ്പൊ എന്ത് ചെയ്യണം? അത് നമ്മൾ ആ 3 വർഷത്തേക്ക് എത്ര രൂപയാവും ഇൻട്രസ്റ്റ് കണക്കാക്കണം ആദ്യം. അപ്പൊ കണക്കാക്കാം. അത് ചെയ്യുന്നത് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാവുന്നതാണ്. അതായത് 1,80,000 into 10/100 into 3 ആണ് ചെയ്യുക. അതായത് ആദ്യം പ്രിൻസിപ്പൽ എമൗണ്ട് 1,18,000 into റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100 ദെൻ into നമ്പർ ഓഫ് ഇയേഴ്സ് 3. അപ്പൊ എത്ര ഉണ്ടാവും? 18,000 അല്ല 1,800. അത് വെട്ടി ചെറുതാക്കുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ 1,800 into 10 into 3 ഉണ്ടാവും. 1,800 into 3 10 എന്ന് പറയുമ്പോൾ 18,000 into 3. 54,000 rupees ആണ് എന്ത് വരിക? അവനക്ക് മൊത്തം എന്ത് വരിക? അതിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോ ഈ ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ മതിയോ? പ്രിൻസിപ്പൽ എമൗണ്ട് കൂട്ടി അടക്കണ്ടേ? അപ്പൊ 1,80,000 rupees പ്ലസ് 54,000 rupees എക്സ്ട്രീം വരും, ഇൻട്രസ്റ്റും വരും. അപ്പൊ മൊത്തം എത്ര വരും? 2,34,000 rupees. 2,34,000 rupees എന്ത് വരും? അവനക്ക് മൊത്തമായിട്ട് ബാങ്കിന് തിരിച്ചടക്കാൻ വേണ്ടി വരും. അപ്പൊ ഈ തിരിച്ചടക്കുമ്പോൾ ഇതിനെ പറഞ്ഞിട്ടുണ്ട് ഈ 3 വർഷം ഒരുമിച്ച് അടക്കല്ലേ ചെയ്യുന്നത്. 18 ഇൻസ്റ്റാൾമെന്റ് അടക്കുന്നത് അല്ലെ. അപ്പൊ 18 ഇൻസ്റ്റാൾമെന്റ് അടക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ 18 ഇൻസ്റ്റാൾമെന്റ് അടക്കുന്ന സമയത്ത് ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ഇൻ എവരി ഇൻസ്റ്റാൾമെന്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 2,34,000 18 ഡിവൈഡ് എന്ത് കിട്ടും നമുക്ക്? അവൻ ഒരു ഇൻസ്റ്റാൾമെന്റ് എത്ര അടക്കും എന്നുള്ളത് നമുക്ക് പിടുത്തം കിട്ടും. ആ എത്രയാണ് ചെയ്ത് നോക്കുക. അതിന് ആൻസർ ആണ് ആ ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മണി മാത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ബാങ്കിലെ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്തിനു വരിക? എക്സാമിന്. ഇതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എക്സാമിന് ഇടുന്നത്. ആ എക്സാമിന് ഇടുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് റിവിഷൻ നന്നായി കണ്ട കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ മണി മാത്തിൽ നേരുന്ന ഒരു ക്വസ്റ്റിന് എങ്ങനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ പെട്ട ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടാം. അപ്പൊ ഈ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെ ചെയ്യണം, എത്ര മനസ്സിലായിട്ടുണ്ടാവും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതേപോലെ നന്നായി പഠിച്ചു പോവുക.
അപ്പൊ ഇനി മണി മാത്തിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിയും. നാളെ നമ്മൾ വേറെ റേഷ്യോ ചാപ്റ്റർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യും. അത് ആ സമയത്ത് വന്നിട്ട് എല്ലാവരും കാണാം, ക്ലാസ് കാണാം, അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സീ നെക്സ്റ്റ് ക്ലാസ്.